സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. നമ്മുടെ ഉത്സവത്തിന്റെ പരിപാടി ഭക്തി പ്രഭാഷണം നടത്താൻ വന്നിരിക്കുന്ന നമ്മുടെ കൊറ്റക്കുഴി സഹദേവൻ എന്ന ഒരു സാഹിത്യകാരനാണ്. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സാഹിത്യ നിരൂപകനും കവിയും ക്ഷേത്ര മാഹാത്മ്യങ്ങളെ കുറിച്ച് കൊറ്റക്കുഴി സഹദേവൻ അല്പസമയത്തിനകം ഈ വേദിയിലേക്ക് കടന്നു വരുന്നതാണ്. പരിപാടി ആരംഭിക്കുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. ഈ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള ആചാരങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ കേട്ടെ എനിക്കൊന്ന് പരിചയപ്പെടണം. ആരാധന എന്താ രാഘവേട്ടാ, എവിടേക്കാണ് കാര്യം വന്നത്? പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. ഈ പ്രശ്നമേ ഇല്ല. ഞാൻ തുടങ്ങിക്കോട്ടെ. ഞാൻ വണ്ടി കേടായതുകൊണ്ട് അല്പം വരാൻ താമസിച്ചു. തള്ള 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 തള്ളിപ്പൊളി വണ്ടി. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് തനിക്കറിയും. താങ്കൾക്ക് എന്താ വേണ്ടത്? എനിക്കൊന്ന് പരിചയപ്പെടണം. ഓ, അതാണോ ഇപ്പോ കാര്യം? ആ, താങ്കളുടെ പേരെന്താ? എന്റെ പേരെന്താ? മറന്നുപോയില്ലേ? ആ, ഇങ്ങനെ ലേശം കഴിച്ചിട്ടില്ലേ? ഇഷ്യ കഴിച്ചവർ. മദ്യം വിഷമാണ്. അതില്ലാത്തത് നമുക്ക് വിഷമമാണ്. കുറയ്ക്കണം. കുറയ്ക്കാറുണ്ട്, വെള്ളം കുറയ്ക്കാറുണ്ട്. ഓ, മദ്യപിക്കാതെ കുറേശ്ശെ കുറച്ചുകൊണ്ട് നിങ്ങൾ ഇനി കാണുമ്പോഴെങ്കിലും കുറച്ച് നല്ല വ്യക്തിയായി കാണണം. ഓക്കെ, ഞാൻ പരിപാടി ആരംഭിക്കാൻ പോവാണ്. ഓക്കെ, സുഹൃത്തുക്കളെ, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പവിത്രം എന്നാണ്. പവിത്രം എന്ന് വെച്ചാൽ പവിത്രന്റെ കാര്യം ഇവിടെ പറയരുത്. അവൻ ഷെയർ തരാതെ നമ്മളെ മോശം ചെയ്യണവരാണ്. ഏത് പവിത്രന്റെ കാര്യമാണ് ഈ പറയുന്നത്? പവിത്രൻ നമ്മൾക്ക് ഷെയർ തരാതെ ആഴ്ച മരിക്കാം. ഇത് ആ പവിത്രനല്ല, ഇത് പരിശുദ്ധം എന്നാണ്. ഈ ക്ഷേത്രം എന്ന് വെച്ചാൽ പരിശുദ്ധം എന്നാണ്. അത് പരിപാവനമാണ്. ആ ക്ഷേത്രത്തിലുള്ള വിഗ്രഹം എന്ന് പറയുന്നത് തന്നെ പരിപാവനമാണ്. ആ വിഗ്രഹം എന്ന് പറയുന്നത് അവിടെ പൂജയും അവിടുത്തെ അലങ്കാരങ്ങളും ദീപാരാധനയും കൊണ്ട് ആ ദൈവത്തിന് തന്നെ ഒരു ചൈതന്യമാണ് ഉണ്ടാവുന്നത്. പിന്നെ ശീവേലി ആ ചൈതന്യത്തെ ഒന്നുകൂടി ഉയർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ക്ഷേത്രങ്ങളിൽ അന്നദാനം, മഹാദാനം അതുകൂടി ആവുമ്പോൾ ആ ക്ഷേത്രം പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തുകയാണുണ്ടാവുക. പിന്നെ നമ്മൾ കാലത്ത് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന
തുളസി തീർത്ഥം, കൂവളയിലയിട്ട തീർത്ഥം, ഇതെല്ലാം നമ്മൾ സേവിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി, നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറി നമ്മൾ പ്യൂർ ആവുകയാണ് ചെയ്യുന്നത്. അതിനേക്കാൾ നല്ല പ്യൂറായ ഒരു സംഭവം നമ്മുടെ അടുത്തുണ്ട്. കുറച്ച് അധികം കുരുമുളക് പൊടി മാത്രം മതി. 8 കപ്പൊന്ന് അടിച്ച തമിഴിലൊരു പഴമൊഴിയുണ്ട്, കോവിൽ ഇരിക്കും ഇടം കുടിയിരിക്ക വേണ്ടും എന്നാണ്. തെറ്റാണ്. കോവിലിരിക്കും ഇടത്തിൽ കുടിക്കാൻ പാടില്ല. കുടിയിരിക്കുക എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നാണ്. അതും മനസ്സിലാക്കൂ. ഞാൻ ആലോചിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാനും ആലോചിക്കുകയാണ്. നിങ്ങൾ എന്താ ആലോചിക്കുക? രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ പണി ചെയ്യുന്നുണ്ട്. നാളെ ഏത് ബ്രാൻഡ് വാങ്ങാ ആലോചിക്കുകയാണ്. വാട്ട് ഈസ് ദ ലൈഫ്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇംഗ്ലീഷ് അറിയില്ല എന്നാണോ വിചാരം? ബ്യൂട്ടിഫുൾ ആണോ ലൈഫ്? നമ്മൾ ഓരോ ദിവസവും എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികൾ എങ്ങനെ നാളെ ജീവിക്കും എന്ന് പറഞ്ഞ് നമ്മൾ വളരെ കഷ്ടപ്പെടാറില്ലേ? നമ്മൾ ഓരോ ദിവസവും വളരെ വിഷമിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് തന്നെ അറിയാവുന്നൊരു വിഷയമാണ്. നമ്മൾ നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. വൈകുന്നേരം 5 മണിയാകാൻ കാത്തിരിക്കുകയാണ് ഒരു ഷെയർ കിട്ടാൻ വേണ്ടി. ഇത് അരി വാങ്ങിക്കുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഈ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം പങ്കുവെക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു ഷെയർ ചെയ്താൽ തന്നെ നമ്മൾക്ക് ജീവിതത്തിൽ ഒരു സുഖം ലഭിക്കുന്നതാണ്, മനസ്സമാധാനം ലഭിക്കുന്നത്. ഷെയർ ചെയ്യുകയാണ് നമ്മൾ പരസ്പരം ചെയ്യുന്നത്. ഇത് പറഞ്ഞത് ശരിയാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഷെയർ ചെയ്ത് ജീവിക്കുക. നിങ്ങൾ ഏത് ഷെയറിന്റെ കാര്യം പറയുന്നത്? ഈ ഷെയർ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ ചേട്ടൻ നിങ്ങൾ എന്തിനാ വെറുതെ മദ്യപിക്കുന്നത്? സന്തോഷമായിരിക്കാൻ, സമാധാനമായിരിക്കാൻ, ആനന്ദമായിരിക്കാൻ, എല്ലാ ദുഃഖവും മറക്കാൻ പറ്റും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത പണിയുടെ ക്ഷീണം ഇങ്ങനെ മാറി കിട്ടും. നന്നേ ഉറങ്ങാം. ചേട്ടന് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടല്ലോ. ആരാ? എന്റെ ഭാര്യ. വിളിക്കൂ, ഒന്ന് വിളിക്കൂ. ഭാര്യ എടേ അമ്മള്. നിങ്ങൾ മീൻ വാങ്ങിക്കാൻ വന്നിട്ട് നിങ്ങൾ മീൻ വാങ്ങിച്ചു കൊടുത്തില്ലേ? മീൻ വാങ്ങാന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോഴാണ് നമുക്ക് മഹേഷിനെ പരിചയപ്പെട്ടത്. മഹേഷ് പറഞ്ഞ് നമുക്കൊരു ഷെയർ അടിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ നമ്മുടെ ജീവിതം എങ്ങനെയാ? ഇന്നലെ നിങ്ങൾ മറ്റു തല്ലാറുണ്ടോ? ഈ നിങ്ങൾ കുടിച്ച് ഇങ്ങനെ വീഴ്ത്തു വരിക, നിങ്ങൾ തല്ലി ഇങ്ങനെ മെലിഞ്ഞു വരിക, ഇതെന്തോ കാര്യം? ഇതിങ്ങനെ നിങ്ങൾ ഇവരെ എത്ര തല്ല് നിങ്ങൾ കൊടുക്കാറുണ്ടോ? 4 തല്ല് വെച്ച് കണക്കാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു മാസം 120 തല്ല. ഒരു വർഷം 1000-ന് മേലെ തല്ലുകൾ നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അറിയാമോ? ഹലോ, നിങ്ങൾ ഒരു ദിവസം എത്ര രൂപയ്ക്ക് മദ്യപിക്കാറുണ്ട്? ഞാൻ ഷെയർ ഉണ്ടെങ്കിൽ 200 രൂപയ്ക്ക് അടിക്കാം.
ഷെയർ ഇല്ലെങ്കിൽ 300 രൂപയ്ക്ക് അടിക്കണം. ഹലോ, ഒരു ദിവസം നിങ്ങൾ 200 രൂപയ്ക്ക് മദ്യപിക്കുന്നുണ്ട് ഏകദേശം. നിങ്ങൾ എത്ര വർഷമായി മദ്യപിക്കുന്നു? ഒരു 20 വർഷം. ഈ 20 വർഷം വെച്ച് 200 രൂപ വെച്ച് കണക്കാക്കിയാൽ ഒരു വർഷം 6000, ഒരു മാസം 6000, ഒരു വർഷം 72,000, 10 വർഷം 7,20,000, 20 വർഷം 15 ലക്ഷം രൂപ വരെ നിങ്ങൾ മദ്യപിക്കാറുണ്ട് മനുഷ്യ, അറിയാമോ? ഇങ്ങനെ മദ്യപിച്ചുകൊണ്ട് ഇങ്ങനെ ഇത്ര രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ നിങ്ങൾ മദ്യപിക്കുകയാണെങ്കിൽ എത്ര രൂപ പറയും? ഇത്ര രൂപ മദ്യപിക്കുകയാണെങ്കിൽ എത്ര രൂപ പറയൂ? 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ബാറിന് വീട്ടിൽ കൊണ്ടുവരില്ലേ? മനുഷ്യ, മദ്യപിച്ച പൈസ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ 15 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണിയെടുക്കേണ്ട ആവശ്യമില്ല. പലിശ കൊണ്ട് നിങ്ങൾക്ക് കുടുംബം കഴിയാം, അറിയാമോ? പലിശ കൊണ്ട് നിങ്ങൾക്ക് കുടുംബം കഴിയാം, അറിയാമോ? ഇവിടെ പലിശക്ക് വാങ്ങിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്ടിരിക്കുക. ഹലോ, നിങ്ങൾക്ക് വല്ല പാട്ടോ നൃത്തമോ വല്ല അറിയാമോ? എന്റെ ഭാര്യ ഭയങ്കരമായ കലാകാരിയാണ്. എന്നിട്ടാ ഇതിപ്പോ ഇവിടെ പറയാതിരുന്നില്ലേ? പുറാട്ടം കളി, നാടൻ പാട്ട്, സൂപ്പർ, നന്നായി കളിക്കും. എന്നാ പിന്നെ നമ്മൾക്ക് നിങ്ങൾ ഒരു കളി നമുക്ക് കാണണല്ലോ. അല്ലടാ, ആ പാട്ടൊന്നിട്ട് ഇവിടെ ഇത് പകലം മുഴുവൻ കള്ളു കുടിക്കുന്ന കാര്യം. എന്നെ അവമാനിപ്പിക്കുകയാണത്. ഈ പാട്ട് വേണ്ട. അല്ലാടാ, വേറെ പാട്ട്. ഞാൻ അന്ന് നീ ഊണ് കഴിക്കാൻ വെച്ചിട്ടുള്ള അച്ചാർ അടിച്ചിട്ട് പോയി എന്നുകൊണ്ട് നീ പറയാണ്ട് പറഞ്ഞ് കാണിപ്പിക്കുകയാണ് അല്ലേ? അച്ചാർ അടിച്ചിട്ട് പോയതെന്നെ പറയല്ലേ? ആ പാട്ട് വേണ്ട. അല്ലാടാ, ഇത് ശരിയാവില്ലാട്ടാ, പ്രശ്നമാവും. നമ്മള് അന്ന് എടുത്ത ഷെയർ ഓർമ്മ വേണം. വേറെ നല്ല പാട്ട് പോയി. ചന്തയ്ക്ക് പോകും എന്താ നിങ്ങൾ ഇവിടെ അവിടെ പോയി പോകും? ഞാനേ ചന്തയ്ക്ക് വരുമ്പോ മീൻ വാങ്ങാൻ പറഞ്ഞ പ്രശ്നമുണ്ട്. മീൻ വാങ്ങാൻ പ്രശ്നം ഷെയർ എടുത്തു പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു കാണിക്കുകയാണ്. ഇത് ഞാൻ സമ്മതിക്കില്ല. ആ പാട്ടും വേണ്ട. അല്ലാട്ടാ, രണ്ടിലൊന്ന് നമുക്ക് കാണണം. ഒരു പാട്ട് കൂടി ഇട്ട് കൊടുത്താൽ മതി. മാണിക്യമായിട്ടുള്ള നല്ല പാട്ടുണ്ട്. ഇവിടെ ഇനി പാട്ടില്ല. അപ്പൊ നീ പാടിക്കടി. വീട്ടിലേക്ക് വാ, ശരിയാക്കി തരാം കേട്ടോ. ഞാൻ പാടിയാൽ മതിയോ? എല്ലാ പ്രശ്നവും ഞാൻ പാടാൻ മതിയോ? ഈ പാട്ടോടുകൂടി അവസാനിപ്പിക്കണം, മനസ്സിലായില്ലേ? ഞാൻ പാടട്ടെ? ഒരു മാണിക്യമായ പാട്ട് വെക്കണപ്പാ അനിലണ്ണ. ഞാൻ പാടാം മാണിക്യമായ പാട്ട്. പാട്ടാണല്ലോ.
ഭർത്താവ് ഭാര്യ ഭാര്യ അതെ അതെ കൊച്ചുകുടി സാറിന് എന്റെ ജ്വാലാമുഖി എന്നുള്ള ആ നോവൽ അടുത്ത സിനിമയാവും പോകുന്നുണ്ട്. ഓക്കെ ഇയാള് ഒറ്റക്കൊടിയല്ല, ചെറ്റക്കൊടി. എന്റെ ഭാര്യയുടെ ഒപ്പം കളിക്കുകയാണ്. ഞാൻ കളിച്ചിട്ട് തിരിഞ്ഞു വരുമ്പോഴേക്കും വരും. അത് പാട്ടിന്റെ ഇൻട്രസ്റ്റ് ആയി പോയതല്ലേ? അവളെ തല്ലെഴുന്നിട്ടോ? സാറേ, നമുക്ക് പരിപാടി ഒന്ന് അവതരിപ്പിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു തരണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ആളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ ഓക്കെ, താങ്ക്സ് താങ്ക്സ്. സഹൃദയി, നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഗോപുരം കാണാം, കൊടിമരം കാണാം, താഴികക്കുടം കാണാം. നമ്മൾ പോകുന്ന സമയത്ത് ഏത് കാണുന്നുവോ അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനെ മനസ്സിൽ അപ്പോൾ തന്നെ നമ്മൾ കാണണം. പിന്നെ ക്ഷേത്രത്തിനടുത്ത് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ കുളമോ നമുക്ക് ശുദ്ധിയാവാനുള്ള സൗകര്യങ്ങളുള്ള അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് കടക്കുവാൻ. ക്ഷേത്രത്തിനകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള പലവരെയും നമുക്ക് കാണാം. പക്ഷെ നമ്മൾ ദൈവത്തിനോട് കാര്യം പറയാൻ പോകുന്ന നമ്മൾ പരിചയമുള്ളവരോടൊന്നും സംസാരിക്കാൻ പാടില്ല. അതെല്ലാം ക്ഷേത്രത്തിന് പുറത്ത് മാത്രമാണ്. നമ്മൾ അവരെ ഒന്ന് തലയാട്ടാം, അകത്ത് കണ്ടാൽ തലയാട്ടാം. പുറത്ത് വന്ന ശേഷം നമ്മൾ അവരെ നമ്മൾ കാര്യങ്ങളെല്ലാം പറയുക, വിശേഷങ്ങളെല്ലാം ചോദിക്കുക. ക്ഷേത്രത്തിനകത്ത് നിശബ്ദത പാലിക്കുക എന്നുള്ള ഒരു പ്രാധാന്യം നമ്മൾ എന്നും നിലനിർത്തി പോരുന്നത് വളരെ നല്ലതാണ്. പിന്നെ നിങ്ങളെല്ലാവരും തന്നെ മഹാഭാഗ്യവാന്മാരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊടുമ്പുപുഴ, അതിന് വേറൊരു പേരുണ്ട്, ശോകനാശിനി. എന്ന് വെച്ചാൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുക എന്നതാണ് ഈ ശോകനാശിനി നദിയുടെ ഒരു വിധം. നമ്മളിവിടെ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാപങ്ങൾ പാതി ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയും നല്ല പുഴയുടെ സമീപത്ത് നിങ്ങൾക്ക് ജന്മം കിട്ടിയത് തന്നെ ആ ദൈവത്തിന് നിങ്ങൾ നന്ദി പറയുകയാണ് വേണ്ടത്. നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ഈ നദിയെ നമ്മൾ മലിനമാക്കാതെ നശിപ്പിക്കാതെ കാത്തുരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലും നിഷ്പിച്ചമാണ്. നമ്മളത് വളരെ പാലിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഈ ഭാഗവതത്തിൽ നമ്മൾക്കൊരു അജാമളൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു യാത്രക്കിടയിൽ ഒരു ശൂദ്ര സ്ത്രീയെ എന്ന് വെച്ചാൽ ഒരു താഴ്ന്ന ജാതി സ്ത്രീയെ ബ്രാഹ്മണൻ വിവാഹം കഴിക്കുകയുണ്ടായി. അവരിൽ ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രന് അവർ എന്തോ നാരായണ എന്ന് പേരിട്ടു. ഈ നാരായണ എന്ന് പറയുന്ന ഈ പേര് മകനെ ആ അജാമളൻ നിത്യം വിളിക്കുക പതിവുണ്ടായിരുന്നു. അങ്ങനെ വിളിക്കുന്ന ഈ അജാമളനെ നാരായണ എന്ന് വിളിക്കുമ്പോൾ
സാക്ഷാൽ വൈകുണ്ഠത്തിലെ നാരായണൻ ഇത് കേൾക്കുകയുണ്ടായി. സാക്ഷാൽ വൈകുണ്ഠത്തിലെ നാരായണൻ ഇവിടെ അജാമളനെ അവസാനം മരണസമയത്ത് ആ നാരായണൻ വന്ന അദ്ദേഹത്തെ നരകത്തിൽ നിന്നും അദ്ദേഹത്തെ വൈകുണ്ഠത്തിലോട്ട് കൂട്ടിയിട്ട് പോയി. ഇത് പറയുന്നതിന് കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാരായണ എന്നും നമ്മുടെ ദൈവങ്ങളുടെ നാമങ്ങൾ നമ്മൾ എന്നും ഉച്ചരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് മോക്ഷം കിട്ടുമെന്നാണ്. ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ നാമജപത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ ഞാനിവിടെ ഈ നാട്ടിൽ വന്നപ്പോൾ ഞാനിവിടെ കാരണമായി കുറച്ച് വയസ്സായ ആളുകളെല്ലാം കണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ കേട്ടാൽ തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഓരോ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മുരുകപ്പെരുമാൻ നമ്മുടെ തമിഴ്നാട്ടിലെ കോഴിമാമ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും വന്നിട്ടുള്ള അദ്ദേഹമാണ് ഇവിടെ ഇരിക്കുന്ന മുരുകപ്പെരുമാൻ എന്ന് പറയുന്നത്. പഴയ ആളുകളെല്ലാം കാളയും കൊണ്ട് നൂലെടുക്കാൻ വേണ്ടി ആ തിരുപ്പൂർ, അവനാശി, ഈറോഡ് ഭാഗങ്ങളിലെല്ലാം സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ ഭാഗത്തായിട്ടാണ് ഈ കോഴിമാമ്പെട്ടി എന്നുള്ള സ്ഥലമുണ്ടായിരുന്നത്. അവിടെ ഒരു അശരീരി കേട്ടു, ഞാനും നിങ്ങളുടെ കൂടെ പോരട്ടെ എന്ന് പറഞ്ഞ ആ ഒരു അശരീരി അവിടെ കേട്ടു. ആ അശരീരിക്ക് നമ്മളുടെ കാരണവന്മാർ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി, ഞങ്ങളെ അഭിവൃദ്ധിയിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളമായി കൊടുമ്പിലോട്ട് പോരാം എന്ന് പറഞ്ഞു. അവർ കൊണ്ടുവന്ന ആ ദൈവം ഇന്ന് നമ്മളെ അഭിവൃദ്ധിയുടെ പൂച്ചെണ്ടുകളാണ് തന്നിരിക്കുന്നത്. അത്രയും മഹനീയമായ ആ ശക്തിയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഇരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാനൊരു കാര്യം കൂടി അവരോട് ചോദിക്കുകയുണ്ടായി. ഈ കൊടുമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് പേരെങ്ങനെയാ വന്നത് എന്ന് ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പല വ്യാഖ്യാനങ്ങളും പലരും പറയുന്നുണ്ടെങ്കിലും കൊടു അൻപ് എന്ന് വെച്ചാൽ സ്നേഹം കൊടുക്കൂ എന്നാണ് ആ വാക്കിനർത്ഥം. സ്നേഹം കൊടുക്കൂ എന്ന് പറയുമ്പോൾ നമ്മളുടെ വയസ്സായ അച്ഛനമ്മമാർക്ക് നിങ്ങൾ സ്നേഹം കൊടുക്കൂ, നിങ്ങളുടെ മക്കൾക്ക് സ്നേഹം കൊടുക്കൂ, ഭാര്യ ഭർത്താവിനും ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കൂ. ഈ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൽ കൊണ്ട് നടക്കാനുള്ളതല്ല, മനസ്സിൽ മൂടി വെക്കാനുള്ളതല്ല. നമ്മൾ ഈ സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ഏത് സമയത്തും നമ്മൾ ചീത്ത പറഞ്ഞ ശേഷം എനിക്കുള്ളിൽ സ്നേഹമുണ്ടെന്ന് ഒരിക്കലും പറയരുത്. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം. അതാണ് കൊടു അൻപ് എന്ന് പറയുന്ന അതിനുള്ള അർത്ഥം. അത് നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. ഞാനൊരു വിഷയം അതായത് എന്താണ് പറയട്ടെ, എന്താ പറയൂ. അതായത് ഇന്നത്തോടെ നമ്മൾ കുടുങ്ങണ സംഭവം. ഈ കുടുംബ് എന്നുള്ള സ്ഥലത്ത് കൊടു അൻപ് അൻപാകി ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും തമ്മിൽ അൻപായിട്ടും സ്നേഹമായിട്ടും എല്ലാം ഇരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശോകനാശിനി തീരത്ത് പോയി ഒരു കുളി കുളിച്ചാൽ ദുഃഖം മാറും പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ന് മുതൽ ആ സംഭവം ഞാൻ ഈ ഷെയർ ചെയ്ത പരിപാടി നിർത്തലാക്കാണ്. ശോകനാശിനി തീരത്ത് പോയി കുളിച്ച് ആ ഭഗവാനെ തൊഴുത് എൻ്റെ ഭാര്യയും മക്കളെയും കുടുംബത്തിനെയും നല്ലപോലെ നോക്കി നമ്മൾ സന്തോഷമായി ഇരിക്കാം എന്നാണ് ഞാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു കുടിയൻ മാറ്റം വന്നു, വലിയ സന്തോഷം. ഒരു കുടിയൻ മാറ്റം വന്നു. ഇതുപോലെ എല്ലാവരും മാറ്റം വരണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സന്തോഷം. ഞാൻ എത്രയോ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മാറ്റം വന്ന ഈ നമ്മുടെ കൊടുമ്പിൽ വന്നുള്ള എൻ്റെ ഈ പ്രഭാഷണം തന്നെ എനിക്ക് തന്നെ വളരെ മതിപ്പുണ്ടാക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ അന്തരീക്ഷം നല്ലൊരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമായി നമുക്ക് മാറ്റാൻ നമുക്ക് ശ്രമിക്കാം സുഹൃത്തുക്കളെ. രാഘവേട്ട, വളരെ നന്ദിയുണ്ട്. ഞാൻ വളരെ സന്തോഷവാനാണ്. കൊടുമ്പിൽ വാഴും മുരുകയ്യനേ
ഞങ്ങളെ നീയും കാത്തോളണേ. താനാനാനാ, താനാനാനാ, താനാനാ, താനാനാനാ. പഴനിയിൽ വാഴും മുരുകയ്യനേ, ഞങ്ങളെ നീയും കാത്തോളണേ. താനാനാനാ, താനാനാനാ, തന്നെയാനോ താനാനാനാ. സ്വാമിമലൈ വാഴും മുരുകയ്യനേ, ഞങ്ങളെ നീയും കാത്തോളണേ. താനാനാനാ, താനാനാനാ, തന്നെയാനോ താനാനാനാ. തിരുപ്പറംകുன்றிലെ മുരുകയ്യനേ, ഞങ്ങളെ നീയും കാത്തോളണേ. താനാനാനാ, താനാനാനാ, തന്നെയാനോ താനാനാനാ. തിരുത്തണി വാഴും മുരുകയ്യനേ, ഞങ്ങളെ നീയും കാത്തോളണേ. താനാനാനാ, താനാനാനാ, തന്നെയാനോ താനാനാനാ. തിരുച്ചെന്തൂരിലെ മുരുകയ്യനേ, ഞങ്ങളെ നീയും കാത്തോളണേ. താനാനാനാ, താനാനാനാ, തന്നെയാനോ താനാനാനാ. പഴമുതിർ ചോലൈ മുരുകയ്യനേ, ഞങ്ങളെ നീയും കാത്തോളണേ. താനാനാനാ, താനാനാനാ, തന്നെയാനോ താനാനാനാ. കൊടുമ്പിൽ വാഴും മുരുകയ്യനേ, ഞങ്ങളെ നീയും കാത്തോളണേ. താനാനാനാ, താനാനാനാ, തന്നെയാനോ താനാനാനാ. കൊടുമ്പിൽ വാഴും മുരുകയ്യനേ, ഞങ്ങളെ നീയും കാത്തോളണേ. താനാനാനാ, താനാനാനാ, തന്നെയാനോ താനാനാനാ. മുരുകനേ வந்தாலும் தந்தவேலின் முன்னாலே சரணம் சரணம் சொல்லணும் சரணம் சரணம்